റീസ്റ്റാർട്ട്, വീണ്ടും തുടങ്ങുക. വീണ്ടും തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ എവിടെയോ തെറ്റുപറ്റി വീണുപോയി, എഴുന്നേക്ക്. നമ്മൾ വീഴും, മനുഷ്യരാകുന്ന നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. വി ആർ നോട്ട് പെർഫെക്റ്റ് പീപ്പിൾ. അതും ഒരു ഐഡലിസമാണ്. അതായത് ഞാൻ അങ്ങേയറ്റം പെർഫെക്റ്റ് ആയിരിക്കണം, ഞാൻ എല്ലാവരെക്കാട്ടിലും നല്ല, അങ്ങനെയൊന്നും ഇല്ലെന്നേ. നമ്മളെ ഏൽപ്പിച്ച ജോലി വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ചെയ്തു തീർക്കുക. പ്രതിഫലം തരുന്നത് യേശുവാണ്, ദൈവത്തിൻ്റെ. യാക്കോബിൻ്റെ 1:17 ഇങ്ങനെയാണ്: എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും, പൂർണ്ണത, വരം എന്തെങ്കിലും അല്പം തികഞ്ഞതുണ്ടെങ്കിൽ തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ പിതാവാം ദൈവമാണ് ഈ എല്ലാ നല്ല ദാനവും വരങ്ങളും തരുന്നത്. അത് നമ്മൾ പ്രാപിച്ചെടുക്കുന്നത് പുതിയ നിയമകാലത്തിൽ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. പരിശുദ്ധാത്മാവ് വരാതെ ഈ ദാനങ്ങളൊന്നും പ്രവർത്തിക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് യോഹന്നാൻ്റെ 14 യേശുക്രിസ്തു പറയുന്നു. ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാലോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനെ അയച്ചു തരാം, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല. എത്ര സത്യമല്ലേ പറയുന്നത്. എൻ്റെ കൂടെ, ഇപ്പം എൻ്റെ കൂടെ പരിശുദ്ധാത്മ ഇവിടെ നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഐ എം കവേർഡ് അണ്ടർ ദ വിങ്സ് ഓഫ് ഗോഡ്. അതാണ് ആ ഒരു ഉറപ്പിലാണ് നിൽക്കുന്നത് എങ്കിൽ എല്ലാ നല്ല ദാനവും ഉയരത്തിൽ നിന്ന് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ തികഞ്ഞ വരങ്ങൾ, ദൈവത്തിൻ്റെ വരങ്ങൾ എന്ന് പറയുമ്പം 9 വരങ്ങൾ പ്രത്യേകം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 13 സ്നേഹത്തെക്കുറിച്ച് പറയുന്നു, 12 ദൈവത്തിൻ്റെ വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ വരങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് തരുന്നത് ഉയരത്തിൽ നിന്നാണ്. അതൊന്നും മനുഷ്യൻ്റെ കഴിവ് കൊണ്ടല്ല നേടുന്നത്. പക്ഷേ ഈ വരങ്ങൾ ഉള്ളവർക്കൊരു സ്വഭാവമുണ്ട്, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യും. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ക്ഷീണം തോന്നത്തില്ല, എനിക്കിഷ്ടമില്ലാത്ത ചെയ്യുമ്പോൾ എനിക്ക് പ്രയാസം തോന്നും. പാട്ട് പാടാൻ കഴിവുള്ള എത്ര മണിക്കൂർ വേണേൽ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കും. അതുപോലെ ഗിറ്റാർ വായിക്കുന്നവർ, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് അവർക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ചെയ്യാൻ വെക്കും. കാരണം ദർ ഈസ് എ ഗിഫ്റ്റ് ഇൻ ദാറ്റ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും നമ്മുടേതൊന്നും അല്ല, ദൈവം തന്നിരിക്കുന്ന കൃപകളും ദാനങ്ങളുമാണ്. അത് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് ഗ്ലോറി കൊടുക്കുന്നത്. ശരിയാണ്, ഞാൻ വയൽ മാറിക്കിടന്ന് ജോലി ചെയ്തിട്ട് എന്ത് ഗുണം? ദൈവത്തിൻ്റെ വയലിലേക്ക് തിരിച്ചു. ദൈവം നിയോഗിച്ച വയലിൽ നിന്ന് നീ ജോലി ചെയ്താൽ ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിൻ്റാണ്, നീ യാക്കോബിൻ്റെ ഗോവേണി അത് ഭൂമിയിൽ നിന്ന് സ്വർഗം വരെ എത്തുന്നതായിട്ട് യാക്കോബ് കണ്ടു എങ്കിൽ ആ ഗോവേണിയുടെ അറ്റം 1 ഡിഗ്രി മാറിയാൽ സ്വർഗത്തിൽ ചേരൂല, ചെല്ലത്തില്ല. മെനി ഓഫ് ദ പീപ്പിൾ, നമ്മൾ പലരും ഗോവേണി ചരിച്ചാണ് ഇരിക്കുന്നത്, അതേ കൂടെ കയറി പ്രയത്നിച്ച് മേളിൽ ചെല്ലുമ്പം സ്ഥലം മാറിപ്പോകും. തെറ്റ് സംഭവിക്കില്ല. അതുകൊണ്ട് ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ, നമ്മൾ ആത്മാവിന് മുൻപോട്ട് കയറാൻ നമ്മളെ ദൈവം പഠിപ്പിക്കുക. എല്ലാ ദൈവീക അഭിഷേകം, അതല്ലാണ്ട് ഹീലിംഗ് മിനിസ്ട്രിയെ, ഡെലിവറൻസ് മിനിസ്ട്രിയെ, അത് സോങ്ങിൻ്റേത്, അതുപോലെ സ്പീക്കിംഗ് മിനിസ്ട്രി, പിന്നെ ദാനം ചെയ്യുന്നത്, രോഗസൗഖ്യം കൊടുക്കുക, ഇതെല്ലാം ദൈവം തരുന്നതാണ്. ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം അത് വിശ്വസ്തയോടെ ചെയ്യണം. അതിനുള്ള കൃപ ചോദിച്ചു വാങ്ങിക്കണം. നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 4:31 ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ പട്ടണത്തിൽ പോയി. യേശു ശമരിയ സ്ത്രീയോട് സംസാരിക്കുകയാണ്. ശിഷ്യന്മാർ വന്ന് ഗുരു ഭക്ഷിച്ചാലോ എന്ന് പറയുന്നു. യേശു അവരോട്, യോഹന്നാൻ്റെ സുവിശേഷം 4:34, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുക, അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നതല്ലോ തികയ്ക്കുന്നതല്ലോ എൻ്റെ ആഹാരം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തു 4-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ 4-ാം അധ്യായത്തിൽ ശമരിയക്കാരിയ സ്ത്രീയെ കാണാനായിട്ട് കിണറ്റിൻ്റെ വക്കത്ത് വരുന്ന ഭാഗമാണ്. അവളുടെ അടുക്കൽ വന്നിട്ട് വെള്ളം ചോദിക്കുന്നതായിട്ടും, വെള്ളം ചോദിക്കുമ്പോൾ ഇവൾ സംശയങ്ങൾ പറയുന്നതായിട്ടും യേശു തിരിച്ചു പറയുന്നുണ്ട്, അതെ, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവനെ ഒരു നാളും ദാഹിക്കയില്ല. അപ്പോൾ അവൾ പറയുന്നത്, എന്നാൽ പിന്നെ ആ വെള്ളം ഇങ്ങ് തന്നാൽ പിന്നെ എനിക്ക് പകല് ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് വന്ന് വെള്ളം കൊണ്ട്. ഷീ വാസ് നോട്ട് എ ഗുഡ് പേഴ്സൺ. അവൾ ദൈവത്തിൻ്റെ വിപരീതമായി
പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അശ്ലീലമായ ജീവിതം നയിച്ചൊരു സ്ത്രീയാണ്. ആ സ്ത്രീ 12 മണിക്ക് വന്ന് വെള്ളം കോരുന്നിടത്ത് യേശു വന്നിട്ട് വെള്ളം ദാഹിക്കുന്നു ചോദിക്കുമ്പം അവർ സംസാരിച്ച് കഴിയുമ്പോൾ യേശു അവളോട് പറയുകയാണ്, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നതിന് ഒരു നാളും ദാഹിക്കും. ഉടനെ തന്നെ അവൾ ആത്മീയ കോളത്തില്ല, ജഡീക കോളത്തിൽ ചിന്തിച്ചിട്ട് പറയുന്നു, അല്ല ആ വെള്ളം എനിക്ക് തരാമെങ്കിൽ പിന്നെ ഞാൻ എന്നും ഉച്ചയ്ക്ക് വരണ്ടല്ലോ. യേശു എന്താ പറഞ്ഞ? ആത്മാവിൻ്റെ വെള്ളം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ദൈവം ആത്മാവിൻ്റെ വെള്ളമാണ് നമുക്ക് തരുന്നതെങ്കിൽ അത് നിൽക്കത്തില്ല. ഈ സ്ത്രീ പറയുന്നു, കർത്താവ് അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ യേശു ചോദിക്കുന്നു, നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരാം. അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ലെന്ന്. കർത്താവ് തിരിച്ചു പറഞ്ഞെന്താണെന്നോ? യേശു തിരിച്ചു പറയാം, അതെ നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് കറക്റ്റാണ്. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള 6ാമത്തത് ഭർത്താവ് അല്ലതാനുമെന്ന്. എങ്ങനെയുണ്ട്? ഇതല്ലേ മനുഷ്യരുടെ ജീവിതം? വി ആർ നെവർ ഹാപ്പി വിത്ത് വാട്ട് വി ഹാവ്. എപ്പോഴെങ്കിലും ഉള്ളതിൽ പൂർണ്ണമായി സന്തോഷിക്കുന്ന മക്കളുണ്ട്. എൻ്റെ പ്രേയർ ഗ്രൂപ്പിലൊക്കെ ഞാൻ തിങ്കൾ വ്യാഴാഴ്ച നമുക്ക് പ്രേയറുണ്ട്. അതിൽ പലരും വരും പോകും അങ്ങനെയാണ്. പക്ഷെ ഞാൻ ചിലരെ കാണുമ്പോൾ അവരിലുള്ള പ്രത്യേക ക്യാരക്ടർ, അവർക്ക് നന്ദിയുള്ളൊരു ഹൃദയം. ഈ നന്ദിയുള്ള ഹൃദയമുള്ളവരെ പിശാചിനെ തോൽപ്പിക്കാനൊക്കത്തില്ല. അവർക്ക് ഒത്തിരി പ്രയാസം വരുന്നുണ്ട്, പക്ഷെ നന്ദിയുള്ള ഹൃദയമുള്ളവർക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഉള്ളതിൽ നന്ദിയുള്ളൊരു ഹൃദയം. അത് പലപ്പോഴും ഞാൻ ഈ വചനമൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നന്ദിയില്ലാത്ത ഹൃദയം കയറി വരുന്നതാണ്. അത് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുക, അതായത് മുറുമുറുക്കുക, നമ്മൾ മർമറി ചെയ്യുക, ദൈവത്തിനോട് പൂർണ്ണമായി ആശ്രയിക്കാതിരിക്കുക. അതെല്ലാം തെറ്റാണ്, അത് മാറണം. അതിപ്പോൾ ഏത് മുകളിലിരിക്കുന്ന ആളുകൾക്ക് ഈ സ്വഭാവങ്ങളുണ്ട്. ഞാൻ എൻ്റേതായിട്ട് പറയുന്നതിൻ്റെ റീസൺ, വി ഓൾ നീഡ് ടു ചേഞ്ച്. നമ്മൾ മാറണം. അതുകൊണ്ടാണല്ലോ അടുത്ത പറയുന്നത്, ഘട്ടം ഘട്ടമായിട്ട് ശത്രുവിനെ ഇല്ലാതാക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ യേശുവിൻ്റെ മുഖമായിട്ട് നമ്മൾ മാറുകയല്ല. വി ആർ ട്രാൻസ്ഫോമിങ് ഫ്രം ഡേ ടു ഡേ ടു ഡേ ടു ഡേ. അങ്ങനെയാണ് ദിനം പ്രതി നമ്മൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണല്ലോ മോശ 40 ദിവസം സീനായ് മലയുടെ മുകളിൽ ചെന്ന് നിന്നപ്പോൾ ദൈവത്തെ മുഖാമുഖമായി കണ്ടപ്പോൾ മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചിട്ട് മോശ ഇറങ്ങി വരുമ്പോൾ സാധാരണ താഴെ നിൽക്കുന്ന ഇസ്രായേൽ ജനത പറയുകയാണ്, മോശയുടെ മുഖത്തേക്ക് ഞങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നില്ല, കാരണം അത്രമാത്രം തേജസ്സാണ് വരുന്നത്. അതുപോലുള്ള തേജസ് നമുക്ക് വരത്തില്ലേ കർത്താവിൻ്റെ അടുക്കൽ? ദൈവം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് റീസ്റ്റാർട്ട് ചെയ്യാതെ? നമ്മൾ വീണ് കിടപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റിട്ട് വീണ്ടും കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവൻ്റെ വെളിച്ചത്തിലേക്ക് 40 ദിവസം മോശ ഉപവസിച്ചെങ്കിൽ ഇവിടെ 50 നോയമ്പ് നമ്മൾ എടുക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മുടെ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് സമയമെടുത്ത് അവനോടുകൂടി വചനത്തിൽ ധ്യാനിക്കണം. ശരിയാണ്, പ്രാർത്ഥനയൊക്കെ ശരിയാണ് ഒരു സൈഡിൽ, പക്ഷേ വചനമാണ് നമ്മളെ ചെത്തിവെടിപ്പാക്കുന്നത്. ബിക്കോസ് വി നീഡ് ടു ഹാവ് എ സ്റ്റാൻഡേർഡ്. നമ്മുടെ മുമ്പിൽ കാണാനൊരു സ്റ്റാൻഡേർഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എഴുതി തന്നിരിക്കുന്ന വചനം മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പോലും പറയാണ്, പിതാവ് എന്നെ അയച്ച ജോലി ചെയ്യുന്നതാണ് എൻ്റെ ഭക്ഷണമെന്ന്. അതല്ലേ ഈ 50 നോയമ്പിൻ്റെ ആവശ്യം? ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല, ഉച്ചയ്ക്കേ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വെജിറ്റേറിയൻ മാത്രം കഴിക്കും. നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. ഒരു നേരം കഴിക്കാതിരിക്കുന്നതിൻ്റെ പൈസ നമ്മൾ സേവ് ചെയ്യാം. അത് മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാം, അത് മാറ്റിവെച്ച് ദൈവപ്രവൃത്തിക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാസങ്ങൾ കൊടുക്കുന്ന മാസമായി മാറൂലേ? ചെയ്തു നോക്കുന്നുണ്ടോ? യെശയ്യാ 58 പറയുന്നുണ്ട്, എങ്ങനെയുള്ള ഉപവാസമായി എനിക്കിഷ്ടമെന്ന്. അതും കൂടെ വായിക്കാം. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ഫ്രഷ്, പുതുതായിട്ട് ചെയ്യുക. നമ്മളത് നന്നായിട്ട് ചെയ്യുക, തെറ്റായിട്ട് ചെയ്യാതെ. യെശയ്യാ 58 എല്ലാ പ്രശ്നങ്ങൾക്കും വേദപുസ്തകത്തിൽ ഉത്തരമുണ്ട്. ഞാൻ ഇംഗ്ലണ്ടിൽ പഠിച്ച ലോയറാണ്. എൻ്റെ മോള് യുണൈറ്റഡ് നേഷൻസിന് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നൊരു മോളാണ്. അവരുടെ ഒരു പ്രത്യേക കമ്പനിയിൽ നല്ല പദവി. മോൾക്ക് പ്രയാസം വരുമ്പോൾ അവൾ എന്നെ വിളിക്കുമ്പോഴെല്ലാം ഞാൻ വചനം വെച്ച് ഉത്തരം കൊടുക്കും. എന്ത് പ്രശ്നമുണ്ട്? അപ്പോൾ ഒരു ദിവസം എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, മമ്മി വേദപുസ്തകത്തിൽ എല്ലാത്തിനും ഉത്തരവുണ്ടില്ലേന്ന്. എനിക്ക് എന്തൊരു സന്തോഷമാണ്. ഞാൻ വലിയ ലോ പഠിച്ച വ്യക്തിയാണ്, എൻ്റെ മോള് ഹാർവേഡിൽ പഠിച്ച മകളാണ്. പക്ഷേ അവിടെയൊന്നും അല്ല ഉത്തരം. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വേദപുസ്തകത്തിലാണ് ഉത്തരം ഇരിക്കുന്നത്. ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും എന്നോട് പറയും, ഞാൻ ഉടനെ തിരിച്ചു പറയും. ആ ഭാഗം മാത്രം വായിച്ച് നിർത്തുകയാണ്. യെശയ്യാ 58 എങ്ങനെയുള്ള ഉപവാസം? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക,
പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ചെയ്യുമോ? ഒരു ഉടമ്പടി എടുക്കുക ദൈവത്തോട്, ഇത് ഞാൻ ചെയ്യുമെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, എത്ര അന്യായ ബന്ധനങ്ങൾ ഈ വചനം കൊണ്ട് അഴിക്കുന്നതിനൊക്കെ അറിയത്തുള്ളൂ. വചനം ജീവനായിട്ട് കടന്നു ചെന്നിട്ട് വാളുപോലെ ചെന്ന് കൊള്ളണം അപ്പച്ച. ശത്രുവിൻ്റെ മുമ്പിൽ ശത്രു കെട്ടിവെച്ചിരിക്കുന്ന വലകളുണ്ടല്ലോ, വലിയ ചങ്ങല കൊണ്ടും പിന്നെ വലിയ കോൺക്രീറ്റ് കൊണ്ടൊക്കെ കെട്ടി, അതൊക്കെ അപ്പച്ചൻ ലേസർ ബീം പോലെ അങ്ങോട്ട് അയച്ചിട്ട് അതിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് തലമുറകളുടെ മേൽ വെച്ചിരിക്കുന്ന കെട്ടുകൾ നമ്മുടെ ഭർത്താക്കന്മാരുടെ, നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന് മുൻപോട്ട് പോകത്തില്ല, വിടത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന കെട്ടുകൾ അഴിയട്ടെ, ശിവൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. അങ്ങനെ അഴിച്ചു കളഞ്ഞ് പുതിയൊരു വാതിൽ തുറന്നുകൊടുക്കും. റീസ്റ്റാർട്ട് എവ്രിതിങ്. കർത്താവ് എല്ലാം പുതുതായിട്ട് സൃഷ്ടിക്കാൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയായി. പഴയതെല്ലാം കഴിഞ്ഞു. പഴയതെല്ലാം മാറിപ്പോകട്ടെ. പഴയത് പുതിയത് കടന്നു വരട്ടെ. പുതിയത് പഴയത് എടുത്ത് കളയാതെ എങ്ങനെ പുതിയത് വരും അപ്പച്ച? പഴയതെടുത്ത് കളയാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഴയ സ്വഭാവം മാറട്ടെ, പുതുത് കടന്നു വരട്ടെ അപ്പച്ച. മൂർച്ചയുള്ള ആയുധങ്ങളാക്കി മാറ്റട്ടെ. വചനം അയൺ ഷാർപ്പൻസ് അയൺ എന്ന് പറഞ്ഞതുപോലെ, ഇരുമ്പിനെ മൂർച്ചയാക്കെന്ന് പറയുന്നത് പോലെ വചനം ചെന്ന് കൊണ്ടിട്ട് അനേകരുടെ കെട്ടുകളെ പൊട്ടിച്ചു മാറ്റിയിട്ട് ചിലരുടെയൊക്കെ നുഖങ്ങൾ ഒടിച്ചു മാറ്റുന്നതായിട്ട് കാണിക്കുന്ന കർത്താവ്. നടുവിലിരിക്കുന്ന ഭാരങ്ങൾ ചിലരുടെ നടുവേദന ഒഴിഞ്ഞു മാറുന്നു. ഭാരങ്ങൾ അഴിച്ചു മാറ്റി ദൈവത്തിൽ ജയമെടുക്കാൻ പുതിയതായിട്ട് തുടങ്ങുക. അങ്ങനെ ഒരു പുതിയ റീസ്റ്റാർട്ടിങ് എന്ന് ചെയ്തതിന് നന്ദി പറയുന്നു. ഇന്ന ദിവസം അനുഗ്രഹം തന്നെ. അപ്പച്ചനെ അനുഗ്രഹിച്ചത് തന്നെ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.